ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് എൻ്റെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ റൂമിൽ അമ്പാടിനെ കാണാൻ കിട്ടും. അപ്പോൾ അവനിതാ എണീറ്റ് ഉടനെ തന്നെ ഇവിടെ ഹോളിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ കർട്ടനൊക്കെ പൊക്കിയെടുത്തു. ഇങ്ങനെ പോയാൽ എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവില്ല കേട്ടോ, കാരണം സ്കൂളില്ല, അവധി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ലേറ്റായി എണീക്കുന്നത്. അപ്പം ഇനി തുറക്കാൻ ആകെ 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. അപ്പം ഞാനും നേരത്തെ എഴുന്നേറ്റ് ശീലിക്കണം, മക്കളെ അത് എഴുന്നേറ്റ് ശീലിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്ക് ആകെ പണി പാളും കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഞാനിത് അമ്പാടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത്. ഫ്രണ്ടിലെ ഡോർ തുറന്നിട്ടില്ല, അപ്പം ഇനി ഫ്രണ്ടിലെ ഡോറൊക്കെ തുറക്കണം. അപ്പോൾ രാവിലെ 8 മണി ആയിട്ടുണ്ട് കേട്ടോ, എണീക്കാൻ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ രാവിലെ നേരത്തെ ആർക്കും ജോലിക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ടാണ് കുറച്ച് നേരം കൂടെ കിടന്നത്. അങ്ങനെ ഞാനിതാ ചായയുടെ പരിപാടിയിലേക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് തലേദിവസം തന്നെ വിചാരിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കിടന്നത്. നമ്മുടെ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചണാണ് കേട്ടോ, അതുകൊണ്ട് സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇനി പുറത്തോട്ട് വെക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. 2 സിലിണ്ടറും കൂടെ നമ്മുടെ ഈ ഡ്രോയറിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് പോയി കിട്ടുമല്ലേ. അപ്പം ഇനി ഏട്ടൻ വരുന്ന സമയത്തോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പുറത്തേക്ക് 2 സിലിണ്ടർ വെക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം. അങ്ങനെ തലേ ദിവസം എന്താ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കണം. ചായക്ക് ഞാൻ ആദ്യം വെള്ളം വെച്ചു കേട്ടോ. പിന്നെ എൻ്റെ മിക്സിയുടെ ചെറിയ ജാറിൻ്റെ അടപ്പ് പാത്രം കഴുകിയപ്പോൾ തറയിൽ വീണ് പൊട്ടി. അപ്പോൾ ഇനി അതൊന്ന് വാങ്ങണം. അത് ഇടവണ്ണ പോകുമ്പോഴേ പിന്നെ നടക്കുകയുള്ളൂ. അപ്പോൾ മക്കൾക്ക് യൂണിഫോമൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് വാങ്ങിക്കണം. അപ്പോൾ ഇന്ന് ഉപ്പുമാവിന് എന്താ പറയുക, സവാളയും ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളകൊക്കെ നന്നാക്കാം. അപ്പോൾ സവാളയുടെ പകുതി ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾ സവാള ഇങ്ങനെ പെറുക്കി എടുക്കും. അപ്പോൾ പകുതി ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ചായയുടെ വെള്ളം തിളച്ച് ചായപ്പൊടി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചായപ്പൊടി കഴിഞ്ഞ പ്രാവശ്യം ലീവിന് ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഏലക്കായും ഇഞ്ചി അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളിൽ നല്ല തരിയുള്ള ചായപ്പൊടിയാണ്. പക്ഷേ ഇത് പാലിൻ്റെ കൂടെ ഒഴിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ നോർമൽ കട്ടൻ ചായക്ക് ഇത് പറ്റില്ല. എത്ര നമ്മൾ കുറച്ച് പൊടി ഇട്ട് കഴിഞ്ഞാലും നല്ല ഒരു കടുപ്പത്തിൽ അതാവും. അപ്പോൾ മക്കൾക്ക് അത് ഇഷ്ടമല്ല, എങ്കിലും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതന്നെയാണ് ഇപ്പോൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ ക്യാരറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കുകയാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇഞ്ചിയൊക്കെ ചേർത്ത് കുറച്ച് എടുത്തിട്ടുള്ളൂ, പച്ചമുളക് ഒറ്റൊരെണ്ണം, അതിൻ്റെ പകുതി എടുക്കുകയുള്ളൂ. അങ്ങനെ അമ്പാടി വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് കൊണ്ടുപോകുന്നുണ്ട് ടി വിയിൽ ഓരോ കാര്യങ്ങൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാനിലിട്ട് ഞാൻ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ കടുക് ഇട്ടേക്ക് ഞാൻ അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഉഴുന്നിടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ, ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ കടുകും ഉഴുന്നൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് കറിവേപ്പിലിട്ട് ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റാണ് കേട്ടോ. ഗ്രീൻ പീസ് ഉള്ളത് ഞാൻ തലേ ദിവസം ഒരു പിടി വെള്ളത്തിലിടണം വിചാരിച്ചിരുന്നു, പക്ഷെ ഞാൻ മറന്നു പോയി, അല്ലെങ്കിൽ അതും കൂടെ ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ സവാളയൊക്കെ വാട്ടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഒഴിച്ച് നമ്മുടെ റവ അതിലേക്ക് ഇടുകയാണ്. പിന്നെ റവ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും എന്ത് കൊണ്ടുവന്നാൽ തന്നെ അത് വേഗം വറുത്തിട്ടാണ് കേട്ടോ കുപ്പിയിലാക്കി വെക്കുക, വറുത്ത് ചൂടാറിയതിന് ശേഷം. അപ്പോൾ നമ്മൾ രാവിലെ അധികം ഉപ്പുമാവ് ഉണ്ടാക്കണം നമുക്ക് എന്തെങ്കിലും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ രാവിലെ വറുത്തെടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ അങ്ങനെ വറുത്തിട്ടാണ് ബോക്സിലാക്കി വെക്കാറുള്ളത്. അത് നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ, ചായ റെഡിയായി. അപ്പോൾ പഴം വാങ്ങിക്കാൻ വേണ്ടി കിച്ചുവിനെ വിടണമെങ്കിൽ അവൻ എണീറ്റിട്ട് വേണം. അപ്പോൾ കട ഇതുവരെ തുറന്നിട്ടില്ല. നമ്മൾ ഇവിടുന്ന് റൂമത്തെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കട കാണും കേട്ടോ, അത്രയും അടുത്താണുള്ളത്. പിന്നെ ഞാനതാ ഉപ്പുമാവൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ തീ പിടിപ്പിക്കുകയാണ് കേട്ടോ. നമ്മുടെ വിറകും കാര്യങ്ങളൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു സിലിണ്ടറും കഴിഞ്ഞു, ഇനിയൊക്കെ പെട്ടെന്ന് സെറ്റാക്കണം, മഴക്കാലമായി തുടങ്ങിയില്ലേ. അങ്ങനെ ചോറിന് വെള്ളം വെക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ വെള്ളം തിളച്ചാൽ കുടിവെള്ളത്തിന് മാറ്റി വയ്ക്കും, എന്നിട്ടാണ് പിന്നെ ചോറിന് രണ്ടാമത് വെള്ളം വെക്കുക. പിന്നെ ഇന്ന് ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യം കൂടി ഇങ്ങോട്ട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം സച്ചൂട്ടന് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഹോളിലൊന്ന് വീണതാണ് രാത്രി. ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അവൻ വീണു. പക്ഷെ അവന് പിന്നെ വേദന കൂടി വന്നു കയ്യിന്. പിന്നെ ഞാനൊരു 7 മണി 7:30 ആയപ്പോൾ ഇവന് വേദന പറഞ്ഞ് കാരണപ്പോൾ ഞാൻ അച്ഛനെയും അമ്മേനെയും വിളിച്ചു കേട്ടോ. അച്ഛനും അമ്മയും വന്നിട്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ കാണുന്നത് ഇതാണ്, ഇങ്ങനെയാണ് ആളെത്തിയിട്ടുള്ളത്. മക്കളിൽ 3 പേരിലും കുറച്ച് പൊട്ടിത്തെറിയും കുറച്ച് വികൃതിയുള്ള ആൾ സച്ചൂട്ടൻ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് കൈ ഇങ്ങനെ ആവുന്നത് ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം. അപ്പോൾ ഞാൻ അവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ എന്നോട് ചോദിക്കണം ഞാനെങ്ങനെ പല്ല് തേക്കുന്നത്. കൈ വേദന ഉള്ളതിനേക്കാൾ അവന് ഏറ്റവും സങ്കടം അവൻ്റെ കൈ കെട്ടിയിട്ട് അവൻ റെസ്റ്റ് എടുക്കുന്ന കാര്യത്തിലാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, അവനാണ് ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറിയുള്ള ആൾ. പിന്നെ പെട്ടെന്ന് തന്നെ അവൻ്റെ പല്ലൊക്കെ ഞാൻ തേപ്പിച്ചെടുത്ത് മുഖം കഴുകി കൊടുത്തു. പിന്നെ അവൻ മുഖം തുടയ്ക്കാൻ വേണ്ടി റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ ക്യാമറയുടെ മുന്നിൽ നോക്കിയിട്ട് അവന് ഓരോന്ന് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അമ്മൂട്ടിയും കിച്ചുമൊക്കെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നുണ്ട്, ഫ്രഷ് ആവുന്നുണ്ട്. ഞാൻ പിന്നെ വേഗം തന്നെ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ കിച്ചു കടയിൽ പോയി നോക്കിയപ്പോൾ കട തുറന്നിട്ടില്ല കേട്ടോ പഴം വാങ്ങിക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ ഉപ്പുമാവും ചായയും തന്നെയാണ് കുടിക്കാൻ വിചാരിച്ചു. പിന്നെ അമ്മൂട്ടി ഇതാ വന്നിട്ട് 2-3 ദിവസമായി. അപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ പോകും എന്നുള്ള കാര്യം മക്കളോട് പറയാനേ പറ്റുന്നില്ല കേട്ടോ. അവർക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം വീട്ടിൽ പോയിട്ട് ഒരാഴ്ച
ഞങ്ങൾ ഒരുമിച്ച് നിന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴും അമ്മൂട്ടീനെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഒരു 3-4 ദിവസം നിന്നു. അപ്പോൾ ഇനി അവൾ പോകുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് 3 പേരും സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. അമ്പാടിക്ക് സച്ചുട്ടനാണ് ഏറ്റവും വലിയ സങ്കടം. കിച്ചന് പിന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രായമായിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മയും പോകണ്ട, അമ്മൂമ്മ ഇവിടെ നിന്നോ എന്നാണ് അവർ 2 പേരും പറയുന്നത്. പിന്നെ ഞാൻ മക്കൾക്ക് ആദ്യം ചായ വാരി കൊടുക്കുകയാണ് കേട്ടോ, ഉപ്പുമാവൊക്കെ വാരി കൊടുക്കണം. അപ്പോൾ അതിനിടയിൽ ഞാനത് ചൂട് ചായ ഒന്നും കുടിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് ഇത്ര നേരമായിട്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെയും ഉപ്പുമാവ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാനിതാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ നോക്കണം. ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അപ്പോൾ എന്താ പറയുക, കിച്ചുതാക്കണം. ഉപ്പുമാവ് കഴിച്ചിട്ട് പ്ലേറ്റ് അകത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ ടേബിളൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളെ കഴുകാനുള്ളൂ, ഞങ്ങൾ കഴിച്ച പാത്രങ്ങൾ മാത്രമേ കഴുകാനുള്ളൂ. അപ്പോൾ അത് കഴുകി വെക്കണം. സമയം 9 മണി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് വെള്ളം വന്നിട്ടുണ്ട്, വെള്ളം പിടിച്ച് വെച്ചു. നമുക്കിവിടെ വീട്ടിൽ കിണർ കുത്തിയിട്ടില്ല, നമ്മൾ പൈപ്പ് കണക്ഷൻ എടുത്തതാണ് കേട്ടോ. പിന്നെ കുടിവെള്ളത്തിൻ്റെ വെള്ളവും തിളച്ചു അതിൽ 13 ഇട്ടിട്ട് ഞാനിതാ വാങ്ങി വെച്ചു. രണ്ടാമത് ഞാൻ ചോറിന് വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ വരും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു. പക്ഷേ മീൻ വണ്ടി ഒന്നും വന്നിട്ടില്ല. അപ്പം നമ്മളിന്ന് ഫുള്ള് പച്ചക്കറി തന്നെ ആക്കേണ്ടി വരും. അങ്ങനെ കറി എന്തുണ്ടാക്കും, ഉപ്പിൽ എന്തുണ്ടാക്കും എന്ന് കുറച്ചൊക്കെ ഒന്ന് ആലോചിക്കണമല്ലോ അല്ലേ. എന്നും അങ്ങനെ തന്നെയാണ്. സാധനം ഉണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് ആലോചിക്കും, സാധനം ഇല്ലെങ്കിലും ആലോചിക്കും, ഉണ്ടെങ്കിലും ആലോചിക്കും. പിന്നെ സച്ചുട്ടിന് വേഗം മരുന്നോ കൊടുക്കാൻ കേട്ടോ. അവന് മരുന്നോ കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടിക്ക് നിൽക്കാൻ. പിന്നെ വെള്ളം തിളച്ച് ചോറിനുള്ള അരി ഞാൻ കഴുകിയിടാണ് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം തറവാട്ടിലേക്ക് പോയിട്ടില്ല. തറവാട്ടിൽ നിന്ന് അമ്മ 2 തവണ ഇങ്ങോട്ട് വന്നു. അങ്ങോട്ട് പോകാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. അതിനിടയിൽ ഇപ്പോൾ സച്ചുടിൻ്റെ കയ്യിലും ഇങ്ങനെ ആയല്ലോ. പിന്നെ ഞാനെന്താ ഉപ്പേരിക്ക് കൈപ്പയ്ക്കാണ് കേട്ടോ അരിയണത്. കൈപ്പയ്ക്ക മക്കൾ കഴിക്കില്ല, അവർക്ക് ചെറുപയർ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ ഒരു കൈപ്പയ്ക്ക ഉള്ളത്. പിന്നെ ഇനി വാടി പോകണ്ട വിചാരിച്ചിട്ട് ഞാൻ കൈപ്പയ്ക്ക ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൈപ്പയ്ക്ക ഉപ്പേരി വയ്ക്കുന്നതോ പൊരിക്കുന്നതോ ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കൈപ്പയ്ക്ക കരിഞ്ഞ് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ സോയാബീൻ ഉള്ളത് വെള്ളത്തിലിട്ടു കേട്ടോ. അപ്പോൾ മക്കൾക്ക് അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കറിയായിട്ട് ഇന്ന് പരിപ്പ് കറിയാണ് വെക്കുന്നത്. അപ്പോൾ പരിപ്പും തക്കാളിയും പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ ഇട്ടിട്ട് അത് കുക്കറിൽ അതും വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞ് നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞ് കൂളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം പിന്നെ ഫുൾ ടൈം TV കണ്ടിരിക്കാറോ അല്ലേ. അങ്ങനെ പിന്നെ ഇതാ ഫ്രണ്ടിലൊക്കെ വന്ന് നോക്കിയിട്ടോ. രാവിലെ എഴുന്നേറ്റിട്ട് ഫ്രണ്ടിൽ കുറച്ച് നേരം വന്നു നിന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ ചിലതൊക്കെ വാടുന്നുണ്ട്. വാടുന്ന കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വരുന്നുണ്ട്. ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ഇതാക്കൊണ്ട് ഞാൻ സോയാബീനൊക്കെ എന്താ പറയുക കഴുകി എടുക്കുന്നുണ്ട്. അതിൽ വെള്ളമൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അമ്പാടി ഇതാക്കൊണ്ട് ബാക്കിൽ മുടിയൊക്കെ കെട്ടി വന്നിരിക്കുന്നത് അമ്മൂട്ടിയുടെ പണിയായിട്ടോ മുടിയൊക്കെ കെട്ടി കൊടുത്തത്. പിന്നെ സോയാബീൻ പൊരിക്കാൻ വേണ്ടി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും പിന്നെ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പരട്ടി അത് പൊരിച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് എൻ്റെ ചോറും വെന്തിട്ടോ. റേഷൻ അരിയാണ്, അപ്പം പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ അത് വാങ്ങി വെക്കുന്നുണ്ട്, ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഊറ്റാനുണ്ടോ വിചാരിച്ച് വാർക്കാൻ എനിക്ക് എന്തോന്നൊരു മൂഡ് തോന്നിയില്ല. അതിനിടയിൽ അമ്പാടി വന്നിട്ട് കണ്ടോ വാതിലും നല്ല സർക്കസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയ പരിപാടിയാണിത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടുന്നത്. പിന്നെ കുടിവെള്ളമൊക്കെ അത് ജഗ്ഗിലാക്കിയിട്ട് ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ മക്കളൊക്കെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എണ്ണ തേക്കുന്നുണ്ട്. അപ്പോൾ കിച്ചുവിന് 2 ദിവസമായിട്ട് മുടി കൊഴിയുന്നുണ്ട് എന്നുള്ള ഭയങ്കര പരാതിച്ചോ. പിന്നെ ഞാൻ അവൻ്റെ സങ്കടത്തിന് കുറച്ച് താളിയൊക്കെ അരച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ അതുകൊണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് മുകളിലത്തെ ബാത്റൂമിലേക്കാട്ടോ പോയത്. മുകളിലത്തെ ബാത്റൂമിൽ പോകുന്നത് ഒരു കാര്യമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ വെള്ളം കെട്ടി വെച്ചിട്ട് അതിൽ നീന്തി തുടിക്കുന്ന പരിപാടിയാണ് അവർക്കുള്ളത്. അങ്ങനെ എൻ്റെ പരിപ്പ് കറി വെന്തു, കൈപ്പയ്ക്കപ്പേരിയായി, സോയാബീൻ വറുത്തു, ചോറും ആയിട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതാക്കണു കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലേക്ക് നമ്മൾ വെറുതെ പരത്തിയിട്ടുണ്ടല്ലോ മൊത്തം ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി മുകളിലൊന്ന് പോകണം. അലക്കാനുണ്ട്, അലക്കിയതൊക്കെ മടക്കി വെക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പണിമക്കളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്പാടി കണ്ടോ എപ്പോഴും അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ അവന് ഒന്ന് ഫോണിനാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഫോൺ കാണൽ കുറച്ച് അധികമായിട്ട് കൂടുന്നുണ്ട്. കാരണം TV വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് 3 പേർക്ക് 3 ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഒരാൾ എൻ്റെ ഫോൺ കൊണ്ടുപോകും, പിന്നെ അതിന് കുറച്ച് നേരം അടിയാവും. പിന്നെ പെട്ടെന്ന് തന്നെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തിട്ടോ. പിന്നെ കഞ്ഞി ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. നല്ല വേദന എങ്ങനെ പറ്റിയെന്ന് പറഞ്ഞേ, തീരെ സൗണ്ട് വെച്ചോ. എങ്ങനെ പറ്റിയെന്ന് പറഞ്ഞേ അമ്മയല്ല കുഞ്ഞു പറ. സച്ചുടന് നല്ല വേദന ഉണ്ട് കേട്ടോ കൈ. അവൻ കുറച്ചൊക്കെ വേദന സഹിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ കഞ്ഞി വേഗം ചൂടാറ്റി സോയാബീനും കഞ്ഞിയും മക്കൾക്ക് കൊടുക്കാണ്ട് അമ്പാടിക്ക് സച്ചുടനും. കാരണം ഉപ്പുമാവ് ആയതുകൊണ്ട് 2 പേരും വല്ലാതെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കഞ്ഞിയോ കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി ജോലികളിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനിത് അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, വേദന ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. TV കാണുകയാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ഒരുവിധം ജോലികളൊക്കെ തീർന്നു കേട്ടോ. എല്ലാ കുക്കിങ്ങും കഴിഞ്ഞു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് കഴുകി വെച്ചു. ഇനി അടിച്ച് വാരി തുടയ്ക്കാനുണ്ട്. മക്കളെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം. അപ്പോൾ ഇത്രയും ജോലികൾ കേട്ടോ ബാക്കിയുള്ളത്.
പിന്നെ ഇതിനിടയിൽ കുറച്ച് നേരം ടി വി കണ്ട് മക്കളും കൂടി ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ബാക്കി വീഡിയോസ് എടുക്കാത്തത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഇനി വീഡിയോസ് ഇടാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ ഇടാൻ എനിക്ക് നിങ്ങളാണ് ഒരു മോട്ടിവേഷൻ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.